അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ്, കെമിസ്ട്രിയിലെ +2 കെമിസ്ട്രിയിലെ റിവിഷനാണ്. നോക്ക്, ആദ്യം യൂണിറ്റ് 1 സൊല്യൂഷൻസ്. ആദ്യം എന്ത് നോക്കാം, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ഓക്കെ, നോക്ക്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ലേ, colligative properties are properties of solution which depend only on the number of solute particles present and not on their nature. Okay, solute particlesന്റെ സ്വഭാവത്തെ ആശ്രയിക്കാതെ അവയുടെ എണ്ണത്തെ മാത്രം ആശ്രയിക്കുന്ന സൊല്യൂഷന്റെ ഗുണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികൾ എന്ന് പറയാം. ഓക്കെ, ഇനി എത്ര കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്? 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, പിന്നെ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, പിന്നെയോ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, പിന്നെ ഓസ്മോട്ടിക് പ്രഷർ. ഇതൊക്കെ എന്താണ്? കൊളിഗേറ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടികളാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്? ഓക്കെ, നോക്ക്, ബ്ലഡ് സെൽസ്, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലഡ് സെൽസ് ആർ ഐസോട്ടോണിക് വിത്ത് 0.9% sodium chloride solution. What happens when blood cells are placed in 1.2% and 0.4% NaCl solutions? എന്താണ്? ബ്ലഡ് സെൽസിൽ 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനോട് ഐസോട്ടോണിക് ആണ്. അങ്ങനെയെങ്കിൽ അവയെ 1.2%, 0.4% NaCl സൊല്യൂഷൻസിൽ വച്ചാൽ എന്ത് സംഭവിക്കും? ഓക്കെ, അപ്പം ആദ്യം 1.2 സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അല്ലേ. നോക്ക്, 1.2% NaCl സൊല്യൂഷൻ എന്താണ്? ഹൈപ്പർടോണിക് ആണ്. ഓക്കെ, ബ്ലഡ് സെൽസിന് എന്താണ്? ഹൈപ്പർടോണിക് ആണ്. വാട്ടർ എന്ത് ചെയ്യും? മൂവ്സ് ഔട്ട് ഓഫ് ദ സെൽസ് ബൈ ഓസ്മോസിസ്. അങ്ങനെ ആകുന്ന സമയത്ത് ഓസ്മോസിസ് വഴി എന്ത് ചെയ്യും? സെൽസിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നു. പിന്നെയോ ദ സെൽസ് ഷ്രിങ്ക്. അപ്പൊ സെല്ലുകൾ എന്ത് ചെയ്യും? സെല്ലുകൾ ചുരുങ്ങുന്നു. ഇനി അടുത്തത് അതേ സാധനം 0.4% NaCl വെച്ചാലോ? നോക്ക്, 0.4% NaCl സൊല്യൂഷൻ എന്താണ്? ഹൈപ്പോട്ടോണിക് ആണ്. എന്താണ്? ബ്ലഡ് സെൽസിന് ഹൈപ്പോട്ടോണിക് ആണ്. 0.4% NaCl സൊല്യൂഷൻ ബ്ലഡ് സെൽസിനോട് ഹൈപ്പോട്ടോണിക് ആണ്. നോക്ക്, വാട്ടർ എൻറ്റേഴ്സ് ദ സെൽ ബൈ ഓസ്മോസിസ്. ഓസ്മോസിസിലൂടെ തന്നെയാണ് എന്ത് എൻ്റർ ആവുന്നത്? വെള്ളം സെല്ലുകളിൽ എൻ്റർ ആവുന്നത്. നോക്ക്, ദ സെൽസ് സ്വെൽ ആൻഡ് മേ ബേസ്റ്റ്. എന്താ പറയുന്നത്? ഹൈപ്പോട്ടോണിക് ആകുമ്പോൾ സെൽസ് വീർക്കുകയും ചിലപ്പോൾ എന്തും ചെയ്യും? പൊട്ടുകയും ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് റൗൾട്ടിന്റെ നിയമം എന്ന് പറയുന്നത്? ഓക്കെ, എന്താണ് റൗൾട്ടിന്റെ നിയമം? നോക്ക്, വിച്ച് മിക്സ്ചേഴ്സ് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ? ഏത് മിക്സ്ചേഴ്സ് ആണ് റൗൾട്ട്സ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്? നോക്ക്, എത്തനോളും അസറ്റോണും. എന്താണ്? എത്തനോളും അസറ്റോണും. ഓക്കെ, ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നോക്ക്, പോസിറ്റീവ് ഡീവിയേഷൻ ഒക്കേഴ്സ് വെൻ AB interactions are weaker than AA and BB interaction. ഓക്കെ, പോസിറ്റീവ് ഡീവിയേഷൻ എങ്ങനെ ഉണ്ടാക്കുക? നോക്ക്, എയും ബിയും ജസ്റ്റ് ഒരേ എ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ മോളിക്യൂള്, ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മോളിക്യൂള്. അതായത് AB ഇൻട്രാക്ഷൻസ് BB ഇൻട്രാക്ഷനേക്കാൾ ദുർബലമായിരിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ടാവുന്നത്. നോക്ക്, വേപ്പർ പ്രഷർ ബിക്കംസ് ഹയർ ദാൻ പ്രെഡിക്റ്റഡ് ബൈ റൗൾട്ട്സ് ലോ അല്ലേ. റൗൾട്ട്സ് ലോ പ്രകാരം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എന്തായിരിക്കും? വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് അസിയോട്രോപ്സ്? ഓക്കെ, നോക്ക്, വാട്ട് ആർ അസിയോട്രോപ്സ്? Azeotrophs are constant boiling mixtures whose liquid and vapor compositions are the same. Okay, എന്താണ് അസിയോട്രോപ്സ്? എന്താണ് അസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും കോമ്പോസിഷൻ ഒരുപോലെയുള്ള കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അസിയോട്രോപ്പുകൾ എന്ന് പറയുക. ഇനി
എത്ര തരമുണ്ട് നോക്ക്. ദർ ആർ 2 types ഓഫ് അസിയോട്രോപ്സ്. ഓക്കെ, എത്രയാണ്? 2 തരം അസിയോട്രോപ്പുകൾ ഉണ്ട്. ഏതൊക്കെയാണ് നോക്ക്. മിനിമൽ ബോയിലിംഗ് അസിയോട്രോപ്പ്. എന്താണ് മിനിമൽ ബോയിലിംഗ് അസിയോട്രോപ്പ്? നോക്ക്, ഇറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. അല്ലേ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? മിനിമൽ ബോയിലിംഗ് അസിയോട്രോപ്പ് റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. പിന്നെയോ, ഇറ്റ് ഹാസ് ബോയിലിംഗ് പോയിന്റ് ലോവർ ദാൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ കോമ്പോണൻസ്. എന്താ പറയുന്നത്? പ്യുവർ കോമ്പോണൻസിന്റെ ബോയിലിംഗ് പോയിന്റ്സിനേക്കാൾ കുറഞ്ഞ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. പിന്നെയോ, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. പിന്നെ ഉള്ളൊരു അസിയോട്രോപ്പാണ് എന്ത്? മാക്സിമം ബോയിൽ ആവുന്ന അസിയോട്രോപ്പ്. അതെന്താ ചെയ്യണത്? ഇറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. ഓക്കെ, റൗൾസ് ലോയിൽ നിന്ന് എന്ത് കാണിക്കുന്നുണ്ട്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെയോ, ഇത് റൗൾസ് ലോയിൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. പിന്നെ ഇറ്റ് ഹാസ് എ ബോയിലിംഗ് പോയിന്റ് ഹയർ ദാൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ കോമ്പോണൻസ്. എന്താ പറയണേ? പ്യുവർ കോമ്പോണൻസിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആർക്കുണ്ടാവും? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പുകൾക്ക് ഉണ്ടാവും. അതുപോലെ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണ്? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അല്ലെ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഈസ് 353.23 കെൽവിൻ. അല്ലെ, 353.23 കെൽവിൻ ആണ്. വെൻ 1.80 gram ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 90 gram benzene, the boiling point rises to 354.11 Kelvin. Calculate the molar mass of solute. ഓക്കെ, എന്താ പറയുന്നത്? മോളാർ മാസിന്റെ അല്ല സൊല്യൂട്ടിന്റെ എന്ത് കണ്ടുപിടിക്കണം? മോളാർ മാസ് കണ്ടുപിടിക്കണം. ഇവിടെ എന്ത് തന്നിട്ടുണ്ട് നോക്ക്. KB ഈക്വൽ ടു 2.53 കെൽവിൻ കിലോഗ്രാം മോൾ റൈസ് ടു -1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നോക്ക്. ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ KB, ഇവിടെ ഡെൽറ്റ ടി ബി ബോയിലിംഗ് പോയിന്റ് എന്താണ്? ഫസ്റ്റത്തെ ബോയിലിംഗ് പോയിന്റ്. പിന്നെ ഡെൽറ്റ ടി ബി പറഞ്ഞാൽ സിമ്പിൾ ആടാ. അതായത് ആദ്യത്തെ ബോയിലിംഗ് പോയിന്റ്, അവസാനത്തെ ബോയിലിംഗ് പോയിന്റ് മൈനസ് ആദ്യത്തെ ബോയിലിംഗ് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ടി ബി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് ഡെൽറ്റ ടി ബി ഈക്വൽ ടു 0.88 കെൽവിൻ ആണ്. ഇനി നോക്ക്, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. നോക്ക്, ബോയിലിംഗ് പോയിന്റിന്റെ എലവേഷൻ എന്താണ്? 0.88 കെൽവിൻ ആണ്. ഓക്കെ, ബോയിലിംഗ് പോയിന്റിലെ വർധനവ് എത്രയുണ്ട്? 0.88 കെൽവിൻ ഉണ്ട്. ഇനി സ്റ്റെപ്പ് 2 നോക്ക്. ഡെൽറ്റ ടി ബി ഈക്വൽ ടു KB ഇൻറ്റു M. അല്ലേ, KB ഇൻറ്റു എന്ത് ചെയ്യണം? M ചെയ്യണം. അപ്പോൾ എന്ത് വരും? M ഈക്വൽ ടു 0.38/2.53 വരും. ഒന്നുമില്ല, എമ്മിന് ഇപ്പുറത്തിട്ടിട്ട് നമ്മൾ എന്തിനെ കൊണ്ടുവന്നു? ഡെൽറ്റ ടി ബിനെ മുകളിൽ കൊണ്ടുവന്നു. അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ. അപ്പം അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.348 മോൾ കിലോഗ്രാം റൈസ് ടു -1 എന്ന് നമുക്ക് കിട്ടും. പിന്നെ നോക്ക്, M ഈക്വൽ ടു എന്താണ്? മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, എന്താണ്? സൊല്യൂട്ടിന്റെ മോൾസ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ് എന്ത്? M എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വരും? 0.48 ഈക്വൽ ടു എത്രയാണ്? 1.80/m/0.090 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? M അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 57.5 gram മോൾ റൈസ് ടു -1 കിട്ടും. നോക്കാം, അപ്പോൾ അതിൻ്റെ മോളാർ മാസ് എത്രയാണ്? മോളാർ മാസ് എന്താണ്? 57.5 gram മോൾ റൈസ് ടു -1 ആണ്. അപ്രോക്സിമേറ്റ് ഏകദേശം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്ക്. മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. ഓക്കെ, എന്താണ് മൊളാരിറ്റിയും മൊളാലിറ്റിയും? നോക്ക്, ഡിഫറൻസ് അല്ലേ, അതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഓക്കെ, നോക്ക്, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ സൊല്യൂഷൻ ആണ്. എന്താണ്? മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ സൊല്യൂഷൻ ആണ്. അതായത് 1 ലിറ്റർ സൊല്യൂഷനിൽ ഉള്ള സൊല്യൂട്ടിന്റെ മോൾസ് ആണ് എന്ത്? മൊളാലിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ M ഈക്വൽ ടു N/V ആണ്. നോക്ക്, ഇത് എന്ത് ഡിപ്പെൻഡൻ്റ് ആണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ എന്താണ് മൊളാലിറ്റി? നോക്ക്, മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. എന്താണ്? 1 കിലോഗ്രാം സോൾവെന്റിൽ ഉള്ള സൊല്യൂട്ടിന്റെ മോൾസ് ആണ് എന്ത്? മൊളാലിറ്റി എന്ന് പറയുന്നത്. ഇനി M ഈക്വൽ ടു എന്ത് വരും? N/W വരും. നോക്ക്, ഇതിനെന്തില്ല? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്തില്ല? ആവശ്യം ഇല്ല.
നോക്കൂ, ഒരു കണക്ക് തന്നിട്ടുണ്ട്. എന്താണ്? കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ 5 gram NaOH ഇൻ 450 ml സൊല്യൂഷൻ. നോക്ക്, 450 ml സൊല്യൂഷനിൽ 5 gram NaOH അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ മൊളാലിറ്റി കണ്ടുപിടിക്കണം. നോക്ക്, ഇവിടെ NaOHന്റെ മോളാർ മാസ് എന്താണ്? 40 gram മോൾ റേസ് ടു -1 ആണ്. നോക്ക്, N ഈക്വൽ ടു എന്ത് വരും? 5/40 ഈക്വൽ ടു 0.125 മോൾ വരും. ഇനി V ഈക്വൽ ടു എന്ത് വരും? 450 ml ഈക്വൽ ടു 0.450 ലിറ്റർ വരും. ഇനി M ഈക്വൽ ടു 0.125/0.450 വരും. അപ്പം M എന്താവും? M ഈക്വൽ ടു മോളാർ മാസ് അല്ലേ, അല്ല, മൊളാരിറ്റി എന്താവും? 0.278 മീറ്റർ ആവും. ഉത്തരം എന്താണ്? 0.278 മീറ്റർ. ഇനി എന്താണ് ഒരു ഐഡിയൽ സൊല്യൂഷൻ? ഓക്കെ, എന്താണ് ഒരു ഐഡിയൽ സൊല്യൂഷൻ? നോക്ക്, ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ നോക്ക്, ആൻ ഐഡിയൽ സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ വിച്ച് ഒബേസ് റൗൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. എന്താ പറയണത്? സിമ്പിൾ ആണ്. എല്ലാ കോൺസെൻട്രേഷൻ റേഞ്ചിലും റൗൾസ് ലോ അനുസരിക്കുന്ന സൊല്യൂഷൻ ആണെന്ത്? ഐഡിയൽ സൊല്യൂഷൻ. നോക്ക്, 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താണ്? 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹീറ്റ് ഓഫ് മിക്സിംഗ് ഈസ് 0 അല്ലേ, മിക്സ് ചെയ്യുന്നതിൻ്റെ ഹീറ്റ് എത്രയാണ്? 0 ആണ്. പിന്നെ മിക്സിംഗ് സമയത്ത് ഹീറ്റ് ചേഞ്ച് എന്താണ്? 0 ആണ്. ഓക്കെ, പിന്നെയോ വോളിയം ചേഞ്ച് ഓൺ മിക്സിങ്ങും എന്താണ്? 0 ആണ്. അതായത് മിക്സിംഗ് സമയത്ത് വോളിയം ചേഞ്ചും എന്താണ്? 0 ആണ്. ഇനി ചെറിയൊരു ഉദാഹരണം നോക്ക്, ഏതാണ്? ബെൻസീനും ടൊളുയിനും ചേർത്താലുള്ള അതിൻ്റെ ഒരു ഉദാഹരണം ആണ്. ഇനി ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ്. ഓക്കെ, ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ വേപ്പർ പ്രഷർ വേരീസ് ലീനിയർലി വിത്ത് മോൾ ഫ്രാക്ഷൻ. എന്താണ്? ഐഡിയൽ സൊല്യൂഷനിൽ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷനൊപ്പം ലീനിയറായി മാറും. ഓക്കെ, കമ്പോണൻറ്റിനാണെങ്കിൽ ഇങ്ങനെ PA ഈക്വൽ ടു XA PA നോട്ട്, കോമ്പോണൻറ്റ് ബിക്ക് ആണെങ്കിൽ PB ഈക്വൽ ടു XB PB നോട്ട്, ടോട്ടൽ വേപ്പർ പ്രഷർ ആണെങ്കിൽ P ഈക്വൽ ടു PA പ്ലസ് PB. ഇനി നോക്ക്, ഓസ്മോസിസ് ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, ഓസ്മോസിസും റിവേഴ്സ് ഓസ്മോസിസും എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓസ്മോസിസ് ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ് അല്ലേ? അതുപോലെ പിന്നെ ഒരു കാര്യം നമുക്ക്, ഗ്രാഫ് ഓഫ് വേപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഈ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, വേപ്പർ പ്രഷറും അതുപോലെ മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ഗ്രാഫ് എന്തായിരിക്കും? ഒരു നേർരേഖയായിരിക്കും. ഇനി ഓസ്മോസിസും റിവേഴ്സ് ഓസ്മോസിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെന്റ് മൂവ്സ് ഫ്രം ഡൈല്യൂട്ട് സൈഡ് ടു കോൺസെൻട്രേറ്റഡ് സൈഡ് ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതായത് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി ഡൈല്യൂട്ട് സൈഡിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് സൈഡിലേക്ക് സോൾവെന്റ് നീങ്ങുന്നതാണ് എന്ത്? ഓസ്മോസിസ്. ഇനി എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? എന്താണ് റിവേഴ്സ് ആയിട്ടുള്ള ഓസ്മോസിസ്? നോക്ക്, സോൾവെന്റ് ഈസ് ഫോഴ്സ്ഡ് ഫ്രം കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ടുവേർഡ്സ് പ്യുവർ സോൾവെന്റ് സൈഡ്. ഓക്കെ, പ്രഷർ ഉപയോഗിച്ച് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് പ്യുവർ സോൾവെന്റ് ഭാഗത്തേക്ക് സോൾവെന്റിനെ നീക്കുന്നതാണ് എന്ത്? റിവേഴ്സ് ഓസ്മോസിസ്. നോക്കി, എങ്ങനെ ഉണ്ടാവുക? നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെയോ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈഡ് ആണ്. പിന്നെയോ സ്വാഭാവികമായി നടക്കുന്നു അല്ലേ? റിവേഴ്സ് ഓസ്മോസിസ് യൂസ്ഡ് ഫോർ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. നോക്ക്, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് നീക്കം ചെയ്യാൻ റിവേഴ്സ് ഓസ്മോസിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്താണ് ഓസ്മോറ്റിക് പ്രഷർ? ഓക്കെ, അതായത് ഓസ്മോറ്റിക് പ്രഷർ നിർവചിക്കുക. സിമ്പിൾ ആണ്. ഓസ്മോറ്റിക് പ്രഷർ ഈസ് ദ മാക്സിമം പ്രഷർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസ് നിർത്താൻ വേണ്ട ഏറ്റവും കൂടുതലുള്ള പ്രഷറാണ് എന്ത്? ഓസ്മോറ്റിക് പ്രഷർ. അതിൻ്റെ ഇക്വേഷൻ π = CRT ആണ്. ഓക്കെ.